സന്ധ്യയുടെ സ്വർണ്ണനിറം കൈലാസ പർവ്വതത്തിനു മുകളിൽ പരന്നൊഴുകുന്ന നേരം മഹാദേവനും മാതാ പാർവതിയും ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ലോകകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാതാ പാർവതിയുടെ കണ്ണുകൾ ആ ദിവ്യമായ കാഴ്ചയിൽ ഉടക്കിയത്. മഹാദേവന്റെ ജടയിലൂടെ ഒഴുകി പിന്നീട് പർവ്വതത്തിലൂടെ താഴേക്ക് കുതിച്ചൊഴുകുന്ന പാപനാശിനിയായ ഗംഗാനദി. ഈ കാഴ്ച കണ്ടപ്പോൾ മാതാ പാർവതിയുടെ മനസ്സിൽ ഒരു സംശയമുണർന്നു. നിറഞ്ഞ സ്നേഹത്തോടെ മഹാദേവനോട് ചോദിച്ചു, നാഥ, ഗംഗയിൽ ഒരു സ്നാനം ചെയ്താൽ മാത്രം സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് ഒരാൾക്ക് മോക്ഷം നേടാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ ഈ പുണ്യനദിയിൽ ദിവസവും സ്നാനം ചെയ്യുന്നതല്ലേ? എല്ലാവർക്കും മോക്ഷം ലഭിച്ചാൽ മോക്ഷത്തിന്റെ ഭണ്ഡാരം കവിഞ്ഞൊഴുകില്ലേ? എന്താണ് ഈ മോക്ഷത്തിന്റെ യഥാർത്ഥ വഴി? മാതാ പാർവതിയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് മഹാദേവൻ പുഞ്ചിരിച്ചു. ദേവി പാർവതി, വെറുമൊരു വാക്കുകൊണ്ട് ഇതിന്റെ സത്യം അങ്ങയ്ക്ക് ബോധ്യമാകില്ല. നമുക്കൊരു പരീക്ഷണം നടത്താം. അപ്പോൾ സത്യം സ്വയം വെളിപ്പെടും. നിമിഷ നേരം കൊണ്ട് അവർ രൂപം മാറി. മഹാദേവൻ ക്ഷീണിച്ച ശരീരവും വിറയ്ക്കുന്ന കാലുകളുമുള്ള ഒരു വൃദ്ധനായും മാതാ പാർവതി വാത്സല്യമുള്ള ഒരു വൃദ്ധയായും അവർ രണ്ടുപേരും ഗംഗാ തീരത്തേക്ക് എത്തി. അവിടെ ഗംഗാ സ്നാനത്തിനായി ധാരാളം ജനങ്ങൾ തടിച്ചു കൂടിയിരുന്നു. മോക്ഷം തേടിയും പാപപരിഹാരത്തിനുമായി വന്ന പതിനായിരങ്ങൾ. മഹാദേവൻ വൃദ്ധന്റെ രൂപത്തിൽ പെട്ടെന്ന് കാൽ വഴുതി നിയന്ത്രണം വിട്ട് നദിയിലേക്ക് വീഴുന്നതായി അഭിനയിച്ചു. മഹാദേവന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ മാതാ പാർവതിയായ ആ വൃദ്ധ അവിടെ കൂടിയ ജനങ്ങളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഈ വയോധികൻ നദിയിൽ മുങ്ങുന്നു. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. തന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു പാപവും ചെയ്യാത്ത പൂർണ്ണമായും ശുദ്ധനായ ഒരു വ്യക്തിക്ക് മാത്രം. മറ്റാരും ശ്രമിക്കരുത്. നിങ്ങളുടെ പാപഭാരം ആ പുണ്യകർമ്മത്തെ നശിപ്പിക്കും. മാതാ പാർവതിയുടെ ഈ കടുപ്പമേറിയ വാക്കുകൾ കേട്ട് സഹായത്തിനായി ഓടിയെത്തിയവർ പോലും ഞെട്ടിനിന്നു. പാപമില്ലാത്തവൻ മാത്രം എന്ന ആ നിബന്ധന കേട്ടപ്പോൾ എല്ലാവരും സ്വന്തം മനസാക്ഷിയെ ഒന്ന് നോക്കി. ഞാൻ അറിയാതെ പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കും? ആ ചിന്ത അവരെ നിശ്ചലരാക്കി. നദിയിൽ മുങ്ങുന്ന ആ വൃദ്ധനെ കൺമുന്നിൽ കണ്ടിട്ടും സ്വന്തം പാപങ്ങളെക്കുറിച്ചുള്ള ഭയം കാരണം ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. പതിനായിരക്കണക്കിന് ആളുകൾ നിസ്സഹായരായി നോക്കി നിന്നു. അപ്പോഴാണ് ആ വഴിയൊരു യുവ കാൽനടക്കാരൻ വന്നത്. വൃദ്ധൻ മുങ്ങുന്നത് കണ്ട ആ യുവാവ് ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. മാതാ പാർവതിയുടെ വാക്കുകളോ പാപത്തെക്കുറിച്ചുള്ള ഭീതിയോ അയാളെ ഒട്ടും ബാധിച്ചതുമില്ല. ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കാം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒട്ടും ആലോചിക്കാതെ അയാൾ നദിയിലേക്ക് എടുത്തു ചാടി. വൃദ്ധനെ സുരക്ഷിതമായി കരയിൽ എത്തിച്ച ശേഷം മാതാ പാർവതി ആ യുവാവിനോട് ചോദിച്ചു, പുത്ര, നിനക്ക് പാപത്തെക്കുറിച്ച് ഭയമില്ലായിരുന്നോ? നീ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആ യുവാവ് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, മാതേ, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പില്ല. ഓരോ മനുഷ്യനും അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഗംഗാ മാതാവിന്റെ പുണ്യം എല്ലാ പാപങ്ങളെയും കഴുകി കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്റെ കടമയായ ഈ ജീവൻ രക്ഷിക്കൽ നിർവഹിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഗംഗാജലത്തിൽ മുങ്ങി ശുദ്ധനായി ഒരു ശുദ്ധ മനസ്സോടെ എന്റെ കർത്തവ്യം നിറവേറ്റുകയും ചെയ്തു. യുവാവിന്റെ നിസ്വാർത്ഥമായ പ്രവൃത്തി കണ്ടപ്പോൾ മാതാ പാർവതിക്ക് സത്യം മനസ്സിലായി. മഹാദേവൻ വൃദ്ധരൂപം മാറ്റി ദേവിയോടായി പറഞ്ഞു, ദേവി പാർവതി, വെറും സ്നാനം കൊണ്ടോ ആചാരം കൊണ്ടോ അല്ല മോക്ഷം. തന്റെ കടമകൾ നിസ്വാർത്ഥമായി നിറവേറ്റുന്നതിലാണ് യഥാർത്ഥ പുണ്യം. ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സാണ് എല്ലാ പുണ്യത്തെക്കാളും വലുത്. ഇനി നിങ്ങൾ പറയൂ, ആ യുവാവ് ആരായിരുന്നു? ഹർ ഹർ മഹാദേവ്. ഓം ഗൗരി ശങ്കരായ നമഃ.